നമ്മുടെ കർത്താവായ ഈശോയുടെ ജനനം 1944 ജൂൺ 6. മൃഗങ്ങളോടൊപ്പം രാത്രി ചെലവഴിക്കാനിടയായ മേരിയും ജോസഫും പ്രവേശിച്ച ആ ഗുഹയുടെ അകം ഞാൻ കാണുന്നു. തീ പതുക്കെ കെട്ടു തുടങ്ങുന്നു. അത് സൂക്ഷിച്ചു കൊണ്ടിരുന്ന ആളും ഒന്ന് മയങ്ങുന്നു. മേരി കിടക്കയിൽ നിന്ന് തല ഉയർത്തി ചുറ്റും നോക്കുന്നു. ജോസഫിന്റെ തല കുനിഞ്ഞ് നെഞ്ചോട് ചേർന്ന് ധ്യാനത്തിൽ മുഴുകിയതുപോലെയുണ്ട്. ഉണർന്നിരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ക്ഷീണം അധികരിച്ചതിനാൽ അത് കഴിയുന്നില്ല എന്ന് മേരി കാണുന്നു. മേരി പുഞ്ചിരി തൂകുന്നു. ഒരു ശലഭം റോസാപ്പൂവിൽ വന്നിരിക്കുമ്പോൾ എന്ത് ശബ്ദമുണ്ടാകുമോ അതിലും കുറഞ്ഞ ശബ്ദം മാത്രം ഉളവാകാത്ത വിധത്തിൽ അവൾ എഴുന്നേറ്റിരിക്കുന്നു. പിന്നീട് മുട്ടുകുത്തുന്നു. ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയോടെ അവൾ പ്രാർത്ഥിക്കുന്നു. പിന്നീട് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുരിശിന്റെ ആകൃതി പോലെ തോന്നിക്കുന്നു. കൈകൾ മുന്നോട്ട് നീട്ടിയും കൈവെള്ള മുകളിലേക്ക് തിരിച്ചു പിടിച്ചും പ്രാർത്ഥിക്കുന്നു. ഒരു മടുപ്പും കൂടാതെ ദീർഘസമയം അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് മുഖം വൈക്കോലിനോട് ചേർത്ത് നിലത്തണച്ച് സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണമായ ദീർഘമായ പ്രാർത്ഥന. ജോസഫ് ഉണരുന്നു. തീ മിക്കവാറും കെട്ടുപോയെന്നും കാലിക്കൂട് മുഴുവൻ ഇരുട്ടായെന്നും കാണുന്നു. കുറച്ച് ഉണക്കപ്പുല്ല് തീയിലിടുന്നു. തീ വീണ്ടും കത്താൻ തുടങ്ങി. പിന്നീട് ചുള്ളികളും മുഴുത്ത കമ്പുകളും ഇട്ട് കത്തിക്കുന്നു. രാത്രിയിൽ നല്ല തണുപ്പാണ്. തണുപ്പ് 4 ഭാഗത്തു നിന്നും ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. പാവം ജോസഫ് തണുത്ത് മരവിച്ചിട്ടുണ്ടാവണം. കാരണം വാതിലിനോട് ചേർന്നാണ് അദ്ദേഹം ഇരുന്നത്. സ്വന്തം പുറം കുപ്പായമാണ് വിരിയായി വാതിൽക്കൽ ഇട്ടിരിക്കുന്നത്. കൈകൾ തീക്കടുത്ത് പിടിച്ച് ചൂടാക്കുന്നു. മെതിയടി മാറ്റി കാലും ചൂടാക്കുന്നു. തീ ശരിക്ക് കത്തിത്തുടങ്ങിയപ്പോൾ ജോസഫ് ചുറ്റും നോക്കുന്നു. എന്നാൽ ഒന്നും കാണുന്നില്ല. വൈക്കോലിൽ മേരിയുടെ വെള്ള ശിരോവസ്ത്രം നേരെ കിടക്കുന്നത് കാണുന്നില്ല. ജോസഫ് എഴുന്നേറ്റ് മേരിയുടെ കിടക്കയുടെ സമീപത്തേക്ക് പോകുന്നു. മേരി ഉറങ്ങുന്നില്ലേ? ഇങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ മേരി തിരിഞ്ഞു നോക്കി പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല ജോസഫേ. അല്പമെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കൂ. ഉറങ്ങാൻ ശ്രമിക്കൂ. വിശ്രമിക്കൂ. ഞാൻ ശ്രമിക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ ക്ഷീണിക്കുന്നില്ല. ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ മേരി. നിന്നോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ ജോസഫേ. മേരി പൂർവ്വസ്ഥിതിയിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോകാതിരിക്കാൻ ജോസഫ് തീയുടെ സമീപം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾ രണ്ടും മുഖത്തോട് ചേർത്ത് പിടിച്ചാണ് ജോസഫ് പ്രാർത്ഥിക്കുന്നത്. തീയിൽ ചുള്ളികളിടുവാനായി കൈ ഇടയ്ക്കിടക്ക് മാറ്റുന്നതേയുള്ളൂ. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. വല്ലപ്പോഴും ചുള്ളി ഒടിക്കുന്നതിൻ്റെയും കഴുത കുളമ്പ് കൊണ്ട് നിലത്ത് ചവിട്ടുന്നതിൻ്റെയും ശബ്ദമൊഴികെ വേറൊരു ശബ്ദവും കേൾക്കാനില്ല. ഗുഹയുടെ മുകളിലുള്ള വിള്ളലിൽ കൂടെ ചന്ദ്രന്റെ രശ്മികൾ അകത്തു കടക്കുന്നു. അഭൗമികമായ ഒരു വെള്ളിക്കത്തി പോലെ. മേരിയെ അന്വേഷിച്ചു വരുന്ന പോലെ തോന്നിക്കുന്നു ആ പ്രകാശം. ചന്ദ്രൻ ഉയരുന്നതനുസരിച്ച് പ്രകാശധാരയുടെ നീളം കൂടി വരുന്നു. അവസാനം അത് മേരിയുടെ ശിരസിൽ പതിക്കുന്നു. പരിശുദ്ധമായി പരിവേഷമായി മേരിയുടെ ശിരസിനെ വലയം ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു വിളിയുണ്ടായതുപോലെ മേരി തല ഉയർത്തുന്നു. പിന്നീട് എഴുന്നേറ്റ് വീണ്ടും മുട്ടുമേൽ നിൽക്കുന്നു. ഓ, എത്ര സുന്ദരമാണ് ഇവിടെ ഇപ്പോൾ! അവൾ ശിരസുയർത്തുന്നു. അവളുടെ മുഖം ചന്ദ്രരശ്മിയുടെ ദാവള്യത്തിൽ പ്രകാശിക്കുന്നു. അലൗകികമായ ഒരു പുഞ്ചിരിയിൽ അവളുടെ മുഖം ആകെ രൂപാന്തരീഭവിക്കുന്നു. അവൾ എന്താണ് കാണുന്നത്? അവൾ എന്താണ് കേൾക്കുന്നത്? അവൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? തൻ്റെ മാതൃത്വത്തിൻ്റെ ദീപ്തിമത്തായ മണിക്കൂറിൽ അവൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ അവൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. അവൾക്ക് ചുറ്റുമുള്ള പ്രകാശം കൂടിക്കൂടി വരുന്നത് കാണാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. ആ പ്രകാശം സ്വർഗത്തിൽ നിന്നും താഴേക്ക് വരുന്നത് പോലെ തോന്നുന്നു. അവളുടെ ചുറ്റുമുള്ള ദരിദ്രമായ വസ്തുക്കളിൽ നിന്നുയരുന്നത് പോലെ തോന്നുന്നു. എല്ലാറ്റിലും അധികമായി അവളിൽ നിന്ന് തന്നെ ആ പ്രകാശം പ്രസരിക്കുന്നത് പോലെ തോന്നുന്നു. മേരിയുടെ കടും നീല ഉടുപ്പിന്റെ നിറം ഇപ്പോൾ ഇളം നീലയായി, ചുവപ്പ് കലർന്ന ഇളം നീലയായി കാണപ്പെടുന്നു. അവളുടെ കൈകളും മുഖവും നല്ല തെളിവുള്ള നീല നിറമായി കാണുന്നു. വലിയൊരു ഇന്ദ്രനീലക്കല്ലിന്റെ പ്രകാശം തട്ടിയാൽ എന്ന പോലെ നീലിമയുള്ളതായി തോന്നുന്നു. ഈ നിറം ചുറ്റുമുള്ള സാധനങ്ങളിലേക്കും പരക്കുന്നു. അതവയെ മൂടി ശുദ്ധീകരിച്ച് പ്രകാശിപ്പിക്കുന്നു. ഞാൻ പറുദീസ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നീലനിറം പോലെ അത് ഇതിലും നേരിയ നീലയായിരുന്നു. ജ്ഞാനികളായ രാജാക്കന്മാരുടെ സന്ദർശന സമയത്ത് കണ്ട നീലനിറം പോലെയാണ് ഈ കാണുന്ന നീലനിറം.
മേരിയുടെ ശരീരത്തിൽ നിന്നും പ്രകാശം കൂടുതൽ കൂടുതൽ ശക്തമായി പ്രസരിക്കുന്നു. ചന്ദ്രന്റെ പ്രകാശത്തെ അത് വലിച്ചെടുക്കുന്നു. സ്വർഗത്തിൽ നിന്നും വരുന്ന പ്രകാശം മുഴുവൻ തന്നിലേക്ക് മേരി വലിച്ചെടുക്കുന്നത് പോലെ തോന്നുന്നു. ഇപ്പോൾ പ്രകാശം മുഴുവൻ അവളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ പ്രകാശം അവൾ ലോകത്തിന് പ്രദാനം ചെയ്യും. ആനന്ദദായകമായ, അപരിമേയമായ, നിത്യമായ സ്വർഗീയ പ്രകാശത്തിന് മുന്നോടിയായി ഒരു ഉദയം, ഒരു പ്രഭാത നക്ഷത്രം, പ്രകാശബിന്ദുക്കളുടെ ഒരു ധോരണി, തിരമാല പോലെ വലുതായി ധൂപം പോലെ മേലോട്ടുയർന്ന് ഒരു നദി പോലെ പ്രവഹിച്ച് അതിലോലമായ തുണി കാറ്റത്തൊലിയുന്നത് പോലെ പരക്കുന്നു. നിറയെ വിള്ളലുകളുള്ള ചിലന്തിവല നിറഞ്ഞിരിക്കുന്ന ഉന്തിയും തള്ളിയും നിൽക്കുന്ന കല്ലുകൾ കൊണ്ട് പാകിയിരിക്കുന്ന കരിപിടിച്ച് അറപ്പ് തോന്നിക്കുന്ന മേൽക്കുര ഇപ്പോൾ ഒരു രാജകൊട്ടാരത്തിന്റെ മേൽപ്പുര പോലെയുണ്ട്. ഓരോ കല്ലും ഓരോ വെള്ളിക്കട്ട പോലെ, ഓരോ വിള്ളലും മേഘവർണ്ണത്തിലുള്ള മിന്നൽ പോലെ, ഓരോ ചിലന്തി വലയും വെള്ളിയും വജ്രവും കൊണ്ട് നെയ്തെടുത്ത മേൽക്കട്ടി പോലെ മിന്നുന്നു. രണ്ടു കല്ലുകൾക്കിടയിൽ ശീതകാല നിദ്രയിലാണ്ടിരിക്കുന്ന ഒരു വലിയ പല്ലി. ഏതോ രാജ്ഞി മറന്നുവെച്ചിട്ട് പോയ മരതക ആഭരണം പോലെയുണ്ട്. മുകളിലത്തെ പുൽത്തട്ടിയിലെ പുല്ലിപ്പോൾ പുല്ലല്ല, അഴിഞ്ഞുകിടക്കുന്ന മുടി പോലെ. വായുവിൽ മെല്ലെ ഇളകുന്ന വെള്ളി നൂലുകളാണ്. താഴത്തെ പുൽത്തട്ടിയിലെ കറുത്ത തടി മിന്നിത്തിളകുന്ന വെള്ളിക്കട്ടയാണിപ്പോൾ. മുത്തുകൾ ചേർത്ത് ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ള പട്ടുപോലെയാണ് ഭിത്തികൾ. നിലത്തുള്ള മണ്ണ് പ്രകാശം കൊണ്ട് പളുങ്കുപോലെ ആയിരിക്കുന്നു. പൊങ്ങി നിൽക്കുന്ന മണ്ണും ചെളിയും ഭൂമിക്ക് അലങ്കാരമായി വിതറിയിരിക്കുന്ന റോസാപ്പൂക്കൾ പോലെ കാണപ്പെടുന്നു. കുഴികളായിരുന്ന ഭാഗങ്ങൾ ഇപ്പോൾ സുഗന്ധദ്രവ്യങ്ങളും പരിമള തൈലങ്ങളും വഹിക്കുന്ന വിലപിടിച്ച പാത്രങ്ങളാണ്. പ്രകാശം കൂടിക്കൂടി വരുന്നു. കണ്ണുകൾക്ക് താങ്ങാനാവാത്ത വിധം അത്ര ശക്തമാണിപ്പോൾ. ആ പ്രകാശവലയത്തിനുള്ളിൽ കന്യക മറയുന്നു. പ്രകാശത്തിന്റെ ധവളമായ ഒരു മറ അവളെ അതിനുള്ളിലേക്ക് ലയിപ്പിച്ചതുപോലെ തോന്നുന്നു. അപ്പോൾ അതാ അതിൽ നിന്നും അമ്മ ഉയരുന്നു. അതേ പ്രകാശം എൻ്റെ കണ്ണുകൾക്ക് സഹിക്കാറായപ്പോൾ മേരി തൻ്റെ അരുമജാതനെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു. റോസ് നിറത്തിൽ തുടുതുടുത്ത ഒരു കുഞ്ഞ്. റോസാമുട്ടുകൾ പോലെയുള്ള കൈകൾ ചലിപ്പിച്ചുകൊണ്ട് അതൊരു റോസാപ്പൂവിൻ്റെ ഉള്ളിലൊതുങ്ങുന്ന ചെറുപാദങ്ങൾ കൊണ്ട് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നു. പുതുതായി പിറന്ന ഒരാട്ടിൻകുഞ്ഞിനെ പോലെ നേരിയ വിറയ്ക്കുന്ന സ്വരത്തിൽ കരയുന്നു. കരയുമ്പോൾ സ്ട്രോബെറി പോലെ ചുവന്ന അതരങ്ങൾ പിളരുന്നു. കുഞ്ഞുനാക്ക് വിറച്ചു മേലെണ്ണാക്കിൽ മുട്ടുന്നു. സ്വർണ്ണ നിറമുള്ള ശിരസ് ചലിപ്പിക്കുന്നു. മുടിയുടെ നിറനിമിത്തം അത് മുടിയാണെന്ന് തോന്നുന്നതേയില്ല. കുഞ്ഞു ശിരസ് മേരിയുടെ ഉള്ളം കൈയിൽ ചേർത്തിരിക്കുന്നു. ശിശുവിനെ നോക്കി അവൾ ആരാധിക്കുന്നു. മേരി പുഞ്ചിരിക്കുകയും ഒപ്പം കണ്ണുനീർ വീഴ്ത്തുകയും ചെയ്യുന്നു. അവൾ കുഞ്ഞിനെ ശിശുവിനെ ചുംബിക്കുന്നു. ശിരസിലില്ല, നെഞ്ചിൻ്റെ മധ്യഭാഗത്ത്. നമുക്ക് വേണ്ടി സ്പന്ദിക്കുന്ന ചെറുഹൃദയം അതിനടിയിലാണല്ലോ. അവിടെ ഒരു ദിവസം ഒരു മുറിവുണ്ടാകാനുള്ളതാണ്. അമ്മ ആ മുറിവിനെ ഇന്നെ പരികർമ്മം ചെയ്യുന്നു തൻ്റെ പാപരഹിതമായ ചുംബനത്താൽ. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശനിമിത്തം കാള എഴുന്നേറ്റ് നിന്ന് തറയിൽ ചവിട്ടിയും മുക്രയിട്ട് ശബ്ദം പുറപ്പെടുവിക്കുന്നു. കഴുത തലതിരിഞ്ഞു നോക്കി കരയുന്നു. പ്രകാശത്തിൻ്റെ ശക്തിയാലാണ് അവ ഉണർന്നത്. എന്നാൽ ഞാൻ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത് അവ അവയുടെ സൃഷ്ടാവിനെ സ്വാഗതമരുളുകയാണെന്നാണ്. തങ്ങൾക്ക് വേണ്ടിയും മൃഗലോകം മുഴുവനു വേണ്ടിയും. പ്രാർത്ഥനയിൽ മുഴുകി ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെയിരുന്ന ജോസഫിന് മുഖത്തോട് ചേർത്ത് പിടിച്ചിരുന്ന കൈവിരലുകൾക്കിടയിലൂടെ പ്രകാശം കണ്ണിലേക്ക് കടക്കുന്ന അനുഭവമുണ്ടായി. കൈകൾ മാറ്റി തല ഉയർത്തി ജോസഫ് ചുറ്റും നോക്കുന്നു. കാളയുടെ നില കൊണ്ട് മേരിയെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ മേരി വിളിക്കുന്നു, ജോസഫേ വരൂ. ജോസഫ് തിടുക്കത്തിൽ ചെല്ലുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നിൽക്കുന്നു. ബഹുമാനത്തിൻ്റെ ആധിക്യ നിമിത്തം നിന്നിടത്ത് തന്നെ മുട്ടുകുത്താൻ തുടങ്ങുന്നു. എന്നാൽ മേരി നിർബന്ധമായി പറയുന്നു, വരൂ ജോസഫേ. അവൾ ഇടതു കൈ വൈക്കോലിൽ കുത്തി വലതു കൈകൊണ്ട് ശിശുവിനെ ചങ്കിനോട് ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ് ജോസഫിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. ജോസഫ് സംഭ്രമത്തോടെ മുന്നോട്ട് ചെല്ലണമോ അതോ ബഹുമാനക്കുറവാകുമോ എന്ന് സംശയിച്ച് ഭയത്തോടെ നടക്കുന്നു. വൈക്കോൽ കിടക്കയുടെ ചുവട്ടിൽ അവർ രണ്ടുപേരും എത്തി പരസ്പരം നോക്കി സന്തോഷ ആധിക്യത്താൽ കരയുന്നു. വരൂ, നമുക്ക് ഈശോയെ പിതാവിന് സമർപ്പിക്കാമെന്ന് മേരി പറയുന്നു. ജോസഫ് ഉടനെ മുട്ടുകുത്തി നിൽക്കുന്നു. മേൽക്കൂരക്ക് താങ്ങുകൊടുത്തിരിക്കുന്ന രണ്ടു മരത്തൂണുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് മേരി കുഞ്ഞിനെ കൈകളിൽ ഉയർത്തിപ്പിടിച്ച് പറയുന്നു, ഇതാ ഞാൻ. അവൻ്റെ പേർക്ക്, ഓ ദൈവമേ, ഈ വാക്കുകൾ ഞാൻ ഉച്ചരിക്കുന്നു.
അങ്ങേ ഇഷ്ടം നിറവേറ്റുവാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു. അവനോടൊപ്പം മേരിയായ ഞാനും എൻ്റെ മണവാളൻ ജോസഫുണ്ട്. അവിടുത്തെ ദാസനിതാ. ഓ കർത്താവെ, അങ്ങേ മഹത്വത്തിനായും അങ്ങേ സ്നേഹത്തെ പ്രതിയും എല്ലാ മണിക്കൂറുകളിലും എല്ലാ സംഭവങ്ങളിലും അവിടുത്തെ ഹിതം ഞങ്ങൾ നിറവേറ്റുന്നവരാകട്ടെ. അനന്തരം മേരി കുനിഞ്ഞ് പറയുന്നു, ഇതാ ജോസഫ്, അവനെ എടുക്കൂ. കുഞ്ഞിനെ ജോസഫിന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്ത്, ഞാനോ? ഓ വേണ്ട, ഞാൻ അതിന് യോഗ്യനല്ല. ദൈവത്തെ സ്പർശിക്കാമോ എന്ന സന്ദേഹത്തിൽ ജോസഫ് അത്ഭുതസ്തംഭനായി എന്തു പറയണമെന്ന് വാക്കു കിട്ടാതെ വിഷമിക്കുന്നു. എന്നാൽ മേരി പുഞ്ചിരി തൂകിക്കൊണ്ട് നിർബന്ധമായി പറയുന്നു, നീ വളരെ യോഗ്യനാണ്. നിന്നേക്കാൾ അർഹതയുള്ള വേറെ ആരുമില്ല. അതുകൊണ്ടാണ് അത്യുന്നതൻ നിന്നെ തിരഞ്ഞെടുത്തത്. എടുക്കൂ ജോസഫ്, എന്നിട്ട് അവനെ പിടിച്ചുകൊള്ളൂ. ഞാൻ ആ തുണികളൊക്കെ ഒന്ന് നോക്കട്ടെ. ജോസഫ് വികാരധീനനായി വിവരണനായി ആകെ പരിഭ്രമിച്ച് കൈകൾ നീട്ടി ശിശുവിനെ എടുക്കുന്നു. തണുപ്പ് നിമിത്തം ശിശു കരച്ചിലാണ്. കയ്യിലെടുത്തു കഴിഞ്ഞ് ജോസഫ് ബഹുമാന നിമിത്തം കുഞ്ഞിനെ അകറ്റിപ്പിടിക്കുന്നില്ല. നേരെ മറിച്ച് ശിശുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത്ഭുതത്തോടെ വിളിച്ചു പറയുന്നു, ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അനന്തരം കുനിഞ്ഞ ഉണ്ണിയുടെ ചെറുപാദങ്ങൾ ചുംബിക്കുന്നു. അപ്പോൾ ആ കാലുകൾ തണുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. ഉടനെ നിലത്തിരുന്ന ഉണ്ണിയെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് സ്വന്തം ഉടുപ്പുകൾ കൊണ്ട് കൈകൾ കൊണ്ടും പൊതിയുവാൻ ശ്രമിക്കുന്നു. തണുത്ത കാറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി അല്പം ചൂട് നൽകുവാനുള്ള ശ്രമമാണ്. തീയുടെ അടുത്തേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ വാതിലിലൂടെ തണുത്ത കാറ്റ് അങ്ങോട്ട് കയറുന്നുണ്ടല്ലോ. ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, മൃഗങ്ങളുടെ ഇടയിലേക്ക് ചെന്നിരിക്കുന്നതായിരിക്കും നല്ലത്. അവ കാറ്റിനെ തടഞ്ഞുകൊള്ളും. അവയുടെ ചൂട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ജോസഫ് കാളയുടെയും കഴുതയുടെയും ഇടയ്ക്ക് പോയിരിക്കുന്നു. സ്വന്തം ശരീരം കൊണ്ട് ഒരു മറയുണ്ടാക്കി ഉണ്ണിയുടെ മുകളിലേക്ക് കുനിഞ്ഞിരിക്കുന്നു. രണ്ടു വശങ്ങളിലായി മൃഗങ്ങളുടെ രണ്ട് തലകൾ. നീണ്ട ചെവികളുള്ള ചാരനിറമുള്ള ഒരു തല, വെളുത്ത വലിയ മോന്തയും ശാന്തമായ രണ്ട് കണ്ണുകളും ആവി പറക്കുന്ന മൂക്കുമുള്ള വേറൊരു തല. മേരി പെട്ടി തുറന്ന് പിള്ളക്കച്ചകളും തുണികളും എടുക്കുന്നു. അവൾ തീയുടെ അടുത്ത് പിടിച്ച് അവ ചൂടാക്കുകയായിരുന്നു. ഇപ്പോൾ ജോസഫിന്റെ അടുത്തേക്ക് വരുന്നു. ചെറു ചൂടുള്ള തുണി കൊണ്ട് ഉണ്ണിയെ പൊതിയുന്നു. സ്വന്തം ശിരോവസ്ത്രമെടുത്ത് ഉണ്ണിയുടെ തലയും മൂടുന്നു. എവിടെയാണ് കുഞ്ഞിനെ കിടത്തുക? ജോസഫ് ആലോചനാപൂർവം ചുറ്റും നോക്കുന്നു. നിൽക്ക്, നമുക്ക് മൃഗങ്ങളുടെയും വൈക്കോലും മാറ്റാം. മുകളിലത്തെ വൈക്കോൽ വലിച്ച് താഴെ ആ പുൽത്തൊട്ടിയിൽ ക്രമപ്പെടുത്താം. അതിൻ്റെ വശത്തുള്ള തടി അവനെ തണുത്ത കാറ്റിൽ നിന്നും രക്ഷിക്കും. വൈക്കോൽ ഒരു തലയണയായിരിക്കും. കാള അതിൻ്റെ ശ്വാസം കൊണ്ട് ശിശുവിന് ചൂട് നൽകും. കാള ആ കഴുതയേക്കാൾ ഭേദമാണ്. അതിന് കൂടുതൽ ശാന്തതയും ക്ഷമയുമുണ്ട്. ജോസഫ് തിരക്കിട്ടെല്ലാം ചെയ്യുന്നു. മേരി ശിശുവിനെ മാറോടണച്ച് താരാട്ടുകയും അവളുടെ കവിൾത്തടം ശിശുവിൻ്റെ ശിരസിൽ വെച്ച് അതിന് ചൂട് പകരുകയും ചെയ്യുന്നു. ജോസഫ് തീ നല്ലതുപോലെ കൂട്ടുന്നു. നല്ലവണ്ണം കത്താൻ വേണ്ടി കുറേ ചുള്ളികൾ ഉപയോഗിക്കുന്നു. തീ ആളുമ്പോൾ വൈക്കോൽ അതിൻ്റെ സമീപം പിടിച്ച് ഉണക്കുന്നു. ഉണക്കിയതുകൊണ്ട് വീണ്ടും തണുക്കാതിരിക്കാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ശിശുവിന് ഒരു ചെറിയ കിടക്കയുണ്ടാക്കാൻ മാത്രം വൈക്കോൽ ഉണക്കിയ ശേഷം പുൽത്തൊട്ടിക്കടുത്ത് ചെന്ന് അത് ക്രമപ്പെടുത്തി ഒരു പിള്ളത്തൊട്ടിലാക്കി മാറ്റുന്നു. ശരിയായി. ഇനി ഒരു കരിമ്പടം വേണം. കാരണം വൈക്കോലിന് ദുർഗന്ധമുണ്ട്. അവനെ പുതപ്പിക്കുകയും വേണം. എൻ്റെ മേലങ്കി എടുക്കുക, മേരി പറയുന്നു. നിനക്ക് തണുപ്പടിക്കുമല്ലോ. ഓ, അത് സാരമില്ല. കരിമ്പടം തീരെ പരുക്കനാണ്. മേലങ്കിക്ക് മാർദ്ദവും ചൂടുമുണ്ട്. എനിക്ക് തണുപ്പേയില്ല. കുഞ്ഞിന് ഇനിയും തണുപ്പടിക്കാൻ അനുവദിക്കരുത്. ജോസഫ് മേരിയുടെ നല്ല വീതിയുള്ള മേലങ്കിയെടുത്ത് നാലായി മടക്കി വൈക്കോലിന് മീതെ വിരിക്കുന്നു. അതിൻ്റെ ഒരറ്റം താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു. രക്ഷകന്റെ ആദ്യ ശയ്യ തയ്യാറായിരിക്കുന്നു. അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുൽത്തൊട്ടിക്ക് സമീപം ചെന്ന് അതിൽ കിടത്തുന്നു. എത്ര മാധുര്യമേറിയ അഴകേറിയ നടപ്പ്! മേലങ്കിയുടെ തൂങ്ങിക്കിടക്കുന്ന അഗ്രമെടുത്ത് ഉണ്ണിയെ പുതപ്പിക്കുന്നു. തലയുടെ ചുറ്റും അത് ക്രമപ്പെടുത്തി വെക്കുന്നു. വൈക്കോലിൻ്റെ പരിപരിപ്പിൽ നിന്നും കുഞ്ഞു തലയെ രക്ഷിക്കാൻ മേരിയുടെ നേർത്ത ശിരോവസ്ത്രം മാത്രമേ ഉള്ളൂ. ശിശുവിൻ്റെ മുഖം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. മേരിയും ജോസഫും പുൽത്തൊട്ടിയുടെ മുകളിൽ കുനിഞ്ഞു നോക്കുന്നു. അവരുടെ ആനന്ദം എത്രമാത്രം! ഉണ്ണി ഉറങ്ങുന്നു. ഉണ്ണിയുടെ ആദ്യത്തെ ഉറക്കം ആനന്ദത്തോടെ അവർ വീക്ഷിക്കുന്നു. വസ്ത്രങ്ങളുടെയും വൈക്കോലിൻ്റെയും ചൂട് കിട്ടിയപ്പോൾ കരച്ചിൽ നിർത്തി ഉറക്കവുമായി. മേരി പറയുന്നു, തൻ്റെ സമാധാനം നിനക്ക് നൽകുന്നതിനായി അവൻ വരുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ.
ക്രിസ്മസ് ദിനത്തിൽ നീ അനുഭവിച്ച സമാധാനം ഓർമ്മിക്കുന്നുണ്ടോ? ദിവ്യശിശുവിനെ കൂടി എന്നെ നീ കണ്ടപ്പോൾ അപ്പോൾ നിനക്ക് സമാധാനത്തിൻ്റെ കാലമായിരുന്നു. ഇപ്പോൾ നിനക്ക് വേദനയുടെ കാലമാണ്. എന്നാൽ ഇപ്പോൾ നീ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. വേദന വഴിയാണ് നമുക്ക് സമാധാനം കൈവരുന്നതും നമുക്ക് സഹോദരങ്ങൾക്കും എല്ലാ കൃപാവരങ്ങൾ ലഭിക്കുന്നതും. മനുഷ്യനായ ഈശോ ദൈവമായ ഈശോയായി തീർന്ന് തൻ്റെ കഠിനമായ പീഡാനുഭവത്തിന് ശേഷമാണ് ഒരിക്കൽ കൂടി അവൻ സമാധാനമായി തീർന്നു. ഇപ്പോൾ അവൻ സ്വർഗത്തിൽ നിന്നുള്ള സമാധാനമാണ്. സ്വർഗത്തിൽ നിന്നും അവൻ വന്നു. ലോകത്തിൽ അവനെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ സമാധാനം വർഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ അവൻ വസിക്കുന്നു. എന്നാൽ അവൻ്റെ പാടുപീടുകളുടെ സമയത്ത് ലോകത്തിൻ്റെ സമാധാനമായ അവനിൽ നിന്ന് സമാധാനം നീക്കപ്പെട്ടു. ആ സമാധാനമുണ്ടായിരുന്നെങ്കിൽ അവന് സഹനമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ അവൻ സഹിക്കേണ്ടിയിരുന്നു. അവസാന നിമിഷം വരെ കഠിനമായി സഹിക്കേണ്ടിയിരുന്നു. എൻ്റെ ദൈവമാതൃത്വം വഴി രക്ഷിക്കപ്പെട്ടവളാണ് ഞാൻ, മേരി. എന്നാൽ അത് സ്ത്രീയുടെ പരിത്രാണ സംഭവത്തിൻ്റെ ആരംഭം മാത്രമായിരുന്നു. എൻ്റെ കന്യാവ്രതം വഴി വിവാഹം ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ശാരീരിക സന്തോഷങ്ങളും സംതൃപ്തിയും ഞാൻ വേണ്ടെന്ന് വെച്ചു. തന്മൂലം ധാരാളം കൃപാവരങ്ങൾക്ക് ഞാൻ അർഹയായി. എന്നാൽ അതും മതിയായില്ല. കാരണം ഹവ്വയുടെ പാപം 4 ശിഖരങ്ങളുള്ള ഒരു വൃക്ഷമായിരുന്നു. അഹങ്കാരം, അത്യാഗ്രഹം, കൊതി, ജഡികാസക്തി എന്നിവയാണ് ആ 4 ശിഖരങ്ങൾ. വൃക്ഷത്തിൻ്റെ വേരുകൾ നിർജീവമാകുന്നതിന് മുമ്പ് ഈ 4 ശിഖരങ്ങളും മുറിച്ചു കളയേണ്ടതായിരുന്നു. വളരെ എളിമപ്പെട്ടുകൊണ്ട് ഞാൻ അഹങ്കാരത്തെ പരാജയപ്പെടുത്തി. എല്ലാവരുടെയും മുൻപിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി. ദൈവസന്നിധിയിലുള്ള എൻ്റെ എളിമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ എളിമ എല്ലാ സൃഷ്ടികളും അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ്. ആ എളിമ അവൻ്റെ വചനത്തിനും ഉണ്ടായിരുന്നു. വചനത്തെ സ്വന്തമാക്കുന്നതിന് എനിക്കും അത്യാവശ്യമായിരുന്നു. എന്നാൽ മനുഷ്യരിൽ നിന്ന് എത്രയധികം അപമാനങ്ങൾ എനിക്ക് മൗനമായി സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീതിമാനായ ജോസഫ് പോലും ഹൃദയത്തിൽ എന്നെ കുറ്റപ്പെടുത്തി. നീതിമാനല്ലാത്ത മറ്റുള്ളവർ എൻ്റെ സ്ഥിതിയെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞു പരത്തി. അവരുടെ ദൂഷണം പറച്ചിൽ തിരമാല പോലെ എൻ്റെ മനുഷ്യത്വത്തിന്മേൽ ആഞ്ഞടിച്ചു. ഈശോയുടെയും മനുഷ്യവംശത്തിൻ്റെയും അമ്മയെന്ന നിലയിൽ ഞാൻ സഹിക്കേണ്ടി വന്ന എണ്ണമില്ലാത്ത അപമാനങ്ങളുടെ ആരംഭം മാത്രമായിരുന്നു അത്. ദാരിദ്ര്യം നിമിത്തമുള്ള നിന്ദനകൾ, ഒരു അഭയാർത്ഥിനി എന്ന നിലയിൽ സഹിക്കേണ്ടി വന്ന എളിമപ്പെടുത്തലുകൾ, ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും ശകാരങ്ങൾ നിമിത്തമുള്ള വിഷമങ്ങൾ, സത്യമറിയാതെ യുവാവായ ഈശോയോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ ഞാനൊരു ദുർബലയായി എന്നവർ കുറ്റപ്പെടുത്തി. 3 വർഷത്തെ ഈശോയുടെ പരസ്യജീവിത കാലത്ത് അനുഭവിച്ച പരിഹാസങ്ങൾ, കാൽവരിയിൽ ലഭിച്ച ക്രൂരമായ അപമാനം, ഈശോയുടെ മൃതശരീരം അടക്കം ചെയ്യാൻ ഒരു സ്ഥലമോ മൃതദേഹത്തിൽ പൂശുവാനുള്ള സുഗന്ധദ്രവ്യങ്ങളോ വാങ്ങാൻ കഴിവില്ലാതെ പോയ ദാരിദ്ര്യം നിമിത്തമുള്ള നിന്ദനങ്ങൾ. ഇങ്ങനെ ഞാൻ എത്രമാത്രം എളിമപ്പെടുത്തേണ്ടതായി വന്നു. എൻ്റെ പുത്രനെ സമയത്തിനു മുൻപ് തന്നെ ദൈവത്തിനായി ത്യജിച്ചുകൊണ്ട് ആദ്യ മാതാപിതാക്കളുടെ അത്യാഗ്രഹത്തിന്മേൽ ഞാൻ വിജയം കൈവരിച്ചു. നിർബന്ധിക്കപ്പെടുമ്പോഴല്ലാതെ ഒരിക്കലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പരിത്യജിക്കാറില്ല. രാജ്യസേവനത്തിനോ വിവാഹ നിമിത്തമോ ദൈവം തന്നെ ആവശ്യപ്പെട്ടിട്ടോ തൻ്റെ മക്കളെ വിട്ടുപേക്ഷിക്കേണ്ടി വരുമ്പോൾ അവൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ്. ഒരു പുത്രൻ അമ്മയുടെ ഉദരത്തിൽ വളരുമ്പോൾ തന്നെ അമ്മയും മകനുമായി സുദൃഢബന്ധം സ്ഥാപിക്കപ്പെടുന്നു. അത് പൂർണ്ണമായി ഛേദിക്കുക ഒരിക്കലും സാധ്യമല്ല. പൊക്കിൾക്കൊടി വിച്ഛേദിക്കപ്പെട്ടാലും മുറിഞ്ഞു പോകാത്ത ഒരു ഞരമ്പ് നിലനിൽക്കും. അത് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് പുത്രൻ്റെ ഹൃദയത്തിൽ ചേർന്ന് ഒട്ടിച്ചേരുന്നു. ഇത് ഒരു ആധ്യാത്മിക സിരയാണ്. ശാരീരിക സിരയേക്കാൾ ഇത് സജീവവും പ്രതികരണശേഷിയുമുള്ളതാണ്. ദൈവസ്നേഹത്തെ പ്രതിയോ സൃഷ്ടികളോടുള്ള സ്നേഹത്താലോ രാജ്യരക്ഷയ്ക്കായോ മകനെ അകറ്റേണ്ടി വരുമ്പോൾ ഈ സിര വലിഞ്ഞ് അമ്മയ്ക്ക് കഠിനവേദന ഉളവാക്കുന്നു. മരണം മകനെ അപഹരിക്കുകയാണെങ്കിൽ ഈ സിര പൊട്ടി അവളുടെ ഹൃദയം തകരുന്നു. എൻ്റെ പുത്രനെ എനിക്ക് ലഭിച്ച ആ നിമിഷം മുതൽ അവനെ ഞാൻ ഉപേക്ഷിച്ചു. അവനെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. അവനെ ഞാൻ നിങ്ങൾക്കായി തന്നു. ഹവ്വ ദൈവത്തിൻ്റെ കനി മോഷ്ടിച്ചതിന് പരിഹാരം ചെയ്യാൻ ഞാൻ എൻ്റെ ഉദരത്തിൻ്റെ ഫലത്തെ പരിത്യജിച്ചു. ഞാൻ
അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ഞാൻ നിശ്ചയിച്ചു. അങ്ങനെ മാതാപിതാക്കൾക്ക് അറിയാനും അനുഭവിക്കാനുമുണ്ടായിരുന്ന ദുർമോഹത്തെ ഞാൻ പരാജയപ്പെടുത്തി. എന്നോട് പറഞ്ഞതിൽ കവിഞ്ഞൊന്നും എന്നോട് തന്നെയും ദൈവത്തോട് ഞാൻ ചോദിച്ചില്ല. ചോദ്യം ചെയ്യാതെ ഞാൻ വിശ്വസിച്ചു. ശരീരത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ സ്വയം നിഷേധിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹത്തെ, സന്തോഷം അനുഭവിക്കാനുള്ള വ്യക്തിപരമായ ആഗ്രഹത്തെ ഞാൻ ജയിച്ചു. പിശാചിൻ്റെ ഉപകരണമായ ജഡത്തെയും പിശാചിനെയും എൻ്റെ കുതികാലിനു കീഴിലാക്കി അവയെ ഒരു ചവിട്ടുപടിയാക്കി ഞാൻ സ്വർഗത്തിലേക്ക് ഉയർന്നു. സ്വർഗം എൻ്റെ ലക്ഷ്യം. ദൈവം വസിക്കുന്ന സ്വർഗം എൻ്റെ ഏക ആഗ്രഹം, ഏക വിശപ്പ്. ഈ വിശപ്പ് ആർത്തിയല്ല, നേരെ മറിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഒരാവശ്യമാണ്. ദൈവത്തിനായി നമ്മൾ കൊതിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഭോഗേച്ഛയെ പരാജയപ്പെടുത്തി. ഭോഗേച്ഛ എന്താണ്? കൊതി അതിൻ്റെ പാരമ്യത്തിലെത്തി ആർത്തിയായി തീരുന്നതാണ് ജഡികാസക്തി അഥവാ ഭോഗേച്ഛ. നിയന്ത്രിക്കാതിരുന്നാൽ എല്ലാ ദുർഗുണങ്ങളും കൂടുതൽ വലുതായി തീരും. അങ്ങനെ ഹവ്വായുടെ ദുർഗുണമായിരുന്ന കൊതി അവളെ ലൈംഗിക ആസക്തിയിലേക്ക് നയിച്ചു. സ്വാഭാവികമായി സുഖം കൊണ്ട് അവൾക്ക് മതിയാവുന്നില്ല. കുറ്റകരമായ ആ സുഖം അതിൻ്റെ അത്യുച്ചയിലെത്തിക്കാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ കാമാസക്തിയിലേക്ക് കടന്നു. അങ്ങനെ അവൾ തൻ്റെ കൂട്ടുകാരനെ ലൈംഗിക ആസക്തിയിൽ വിദഗ്ധനായ വഴികാട്ടിയായി. ഈ പരിപാടികളെല്ലാം ഞാൻ തകിടം മറിച്ചു. താഴേക്ക് ഇറങ്ങുന്നതിന് പകരം ഞാൻ എപ്പോഴും മുകളിലേക്ക് കയറി. മറ്റുള്ളവർ താഴേക്കിറങ്ങാൻ ഇടയാകാത്ത ഞാൻ എപ്പോഴും അവരെ സ്വർഗത്തിലേക്ക് ആകർഷിച്ചു. സത്യവാനായ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ഒരു ദൈവദൂതനാക്കി. ഇപ്പോൾ ദൈവം എൻ്റേതായി. അവനോടൊപ്പം അവൻ്റെ സർവ്വസമ്പത്തും എൻ്റേതായി. എന്നാൽ അതെല്ലാം ഞാൻ കൈവിട്ടുകൊണ്ട് ഉടനടി പറഞ്ഞു, ഇതാ ഞാൻ. അവനു വേണ്ടിയും അവൻ വഴിയും അവിടുത്തെ ഹിതം നിറവേറട്ടെ. സ്വന്തം ശരീരത്തെ നിഗ്രഹിക്കുക മാത്രമല്ല, ഹൃദയ അഭിലാഷങ്ങളെയും ചിന്തകളെയും നിഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ചാരിത്ര്യമുള്ളവൻ. ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും അശുദ്ധിയായിരുന്നവളെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ചാരിത്ര്യമുള്ളവളാകേണ്ടിയിരുന്നു. എൻ്റെ മിതഭാഷണ രീതി ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. എൻ്റെ പുത്രനെക്കുറിച്ച് അവൻ എൻ്റേതാണ്, എനിക്ക് അവനെ വേണം എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ അവൻ ദൈവത്തിൻ്റേത് മാത്രമായിരുന്നതുപോലെ ഭൂമിയിൽ അവൻ എൻ്റേതു മാത്രമായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ഇതെല്ലാമാണെങ്കിലും ഹവ്വ വഴി നഷ്ടപ്പെട്ട സമാധാനം സ്ത്രീക്കായി വീണ്ടെടുക്കാൻ ഇത് മതിയായിരുന്നില്ല. അത് ഞാൻ നിനക്കായി നേടിയതേ കുരിശിൻ ചുവട്ടിൽ നിന്ന് അവൻ മരിക്കുന്നത് കണ്ട അവസരത്തിലാണ്. അവൻ ജനിക്കുന്നത് നീ കണ്ടതാണല്ലോ. മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പുത്രൻ്റെ കരച്ചിൽ കേട്ട് എൻ്റെ ഉദരകോശങ്ങൾ പറിച്ചു കീറുന്ന വേദന ഞാൻ അനുഭവിച്ചപ്പോൾ സ്ത്രീത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും എന്നിൽ നിന്നും പോയി മറഞ്ഞു. ഞാൻ ജഡമല്ലാണ്ടായി, ഒരു ദൈവദൂതനായി. മേരി, ദൈവത്തിൻ്റെ കന്യകയായ മണവാട്ടി, ആ നിമിഷത്തിൽ മരിച്ചു. കൃപാവരത്തിൻ്റെ അമ്മ അവശേഷിച്ചു. അവളുടെ പീഡകളിൽ നിന്നും ജനിപ്പിച്ച കൃപാവരം അവൾ നിനക്കേകി. ക്രിസ്മസ് രാത്രിയിൽ സ്ത്രീയായി വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ട പെണ്ണ് സ്വർഗത്തിൻ്റെ പുത്രിയായി തീരാനുള്ള അർഹത കുരിശിൻ ചുവട്ടിൽ വെച്ചു നേടി. ഇത് ഞാൻ നിനക്കായി നേടിയത് എല്ലാ സംതൃപ്തികളും പരിശുദ്ധമായവ പോലും എനിക്ക് തന്നെ നിഷേധിച്ചുകൊണ്ടാണ്. ഹവ്വ ഒരു പെൺമൃഗത്തിൻ്റെ നിലയിലേക്ക് നിങ്ങളെ താഴ്ത്തിയെങ്കിൽ ഞാൻ നിങ്ങളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിശുദ്ധരാക്കി തീർത്തു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉയരങ്ങളിലേക്ക് കയറി. ഞാൻ ജോസഫിനു വേണ്ടി ചെയ്തതുപോലെ നിങ്ങളെയും വളരെ ഉയർത്തി. കാൽവരിയിലെ പാറയായിരുന്ന എൻ്റെ ഒലിവുമല, അവിടെ നിന്നാണ് ഞാൻ സ്വർഗത്തിലേക്ക് കുതിച്ചത്. എൻ്റെ ശരീരത്തോടു കൂടെ വീണ്ടും വിശദീകരിക്കപ്പെട്ട് ആത്മാവിനെ സ്വർഗത്തിലേക്ക് വഹിക്കുന്നതിനായിട്ടാണ് അത് സംഭവിച്ചത്. ഇപ്പോൾ ഈ ആത്മശരീരങ്ങൾ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അത് ദൈവവചനത്തെ വഹിക്കുകയും ഹവ്വായുടെ ഏറ്റവും ചെറിയ അംശത്തെ പോലും എന്നിൽ നശിപ്പിക്കുകയും ചെയ്തു. വിഷലിപ്തമായ 4 ശിഖരങ്ങളുള്ള ആ വൃക്ഷത്തിൻ്റെ അവസാന വേരും അത് നശിപ്പിച്ചു. ആ വേര് തറഞ്ഞു നിൽക്കുന്നത് ജഡികതയിലാണ്. ഈ ജഡികതയാണ് മനുഷ്യവംശത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായത്. ഈ ജഡികത തന്നെ നിങ്ങളുടെ ഉദരകോശങ്ങളെ കടിച്ചു കീറിക്കൊണ്ടിരിക്കും. കാലത്തിൻ്റെ അവസാനം വരെ, ഏറ്റവും ഒടുവിലത്തെ സ്ത്രീ വരെ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ശബ്ദമേ, ഈശോയുടെ ആഗമനത്തിൻ്റെ പ്രഭാതരശ്മികൾ നിന്റെ ആത്മാവ് വിശ്രമിക്കട്ടെ.
ഭാവിയിൽ ഉണ്ടാകുന്ന ക്രൂശിക്കലുകൾ സഹിക്കാൻ ശക്തി ലഭിക്കേണ്ടതിന് ഇപ്പോൾ വിശ്രമിക്കുക. നിനക്ക് സഹനങ്ങൾ തരുന്നത് നീ ഇവിടെ ആയിരിക്കുവാനാണ്. ഇവിടെ വന്നു ചേരുന്നത് വേദനയിലൂടെയാണ്. കൂടുതൽ ഉയർന്ന നിലയിൽ ഇവിടെ എത്തുന്നത് ലോകത്തിന് കൃപാവരം ലഭിക്കുവാനായി കൂടുതൽ വേദന സഹിച്ചിട്ടുള്ളവരാണ്. സമാധാനത്തിൽ പോകുക, ഞാൻ നിന്റെ കൂടെയുണ്ട്.